ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ വെട്ടിമാറ്റിയ ബാക്ക് പീസ് തുണിക്ക് മുകളിലായി കൃത്യമായി വെക്കുക. ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ ഷോൾഡറും നെക്കും ആം ഹോളും അതുപോലെ സൈഡും മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാനായി ഏകദേശം 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നല്ലൊരു ഷേപ്പ് കൊടുക്കാം. അടുത്തതായി ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്കിൻ്റെ അതേ വീതിയിൽ തന്നെ താഴോട്ട് 6 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ആവശ്യാനുസരണം റൗണ്ട് ഷേപ്പോ മറ്റോ ഇവിടെ നൽകാവുന്നതാണ്. ഹുക്സ് വെക്കുന്ന ഭാഗത്ത് തയ്യൽ തുമ്പിനായി 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ പിന്നീട് കൂട്ടി തുന്നാനുള്ളതാണ്. ഷോൾഡറിന്റെ ഭാഗത്ത് മുകളിൽ നിന്നും 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഷോൾഡർ കൃത്യമായിരിക്കാൻ ഇത് സഹായിക്കും. ഇനി നമ്മുടെ ടക്കിനുള്ള പോയിന്റ്സ് നോക്കാം. ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് താഴേക്ക് 10 ഇഞ്ചിൽ ഒരു പോയിന്റും സെന്ററിൽ നിന്ന് 4.5 ഇഞ്ച് അകലത്തിൽ മറ്റൊരു പോയിന്റും മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ടക്കിന്റെ സെന്റർ പോയിന്റ്. മെയിൻ ടക്കിന്റെ നീളം 3.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. കൂടെ തയ്യൽ തുമ്പിനായി ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യാം. ഇനി ബസ്റ്റ് അളവ് ശ്രദ്ധിക്കണം. നമ്മുടെ ടോട്ടൽ ബസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. അതിനോട് 3 ഇഞ്ച് ലൂസിനായി കൂട്ടുമ്പോൾ 43 കിട്ടും. അതിൻ്റെ 1/4 ഭാഗം 10.25 ഇഞ്ചാണ് വേണ്ടത്. എന്നാൽ ബാക്ക് പീസിൽ നമുക്ക് 9.25 ഇഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് 1 ഇഞ്ചിന്റെ കുറവുണ്ട്. ഈ 1 ഇഞ്ച് കൂടി കൂട്ടി വേണം ഫ്രണ്ട് ബസ്റ്റ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ 10.25 + 1 11.25 ഇഞ്ചിൽ നമ്മൾ ബസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റ് ലൈനിൽ നിന്നും നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത ബസ്റ്റ് പോയിന്റിലേക്ക് ഒരു ക്രോസ് ലൈൻ വരയ്ക്കാം. സൈഡിൽ തയ്യൽ തുമ്പിനായി 2 ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ടക്കിൻ്റെ വീതി എങ്ങനെ കാണാമെന്ന് നോക്കാം. നമ്മൾ ക്രോസായി വരച്ച ബസ് ലൈനിൽ നിന്നും വേസ്റ്റ് അളവായ 9 ഇഞ്ച് കുറച്ചാൽ ബാക്കി കിട്ടുന്നത് 5.5 ഇഞ്ചാണ്. ഇതാണ് ടക്കിൻ്റെ ആകെ വീതി. ഇത് 2 വശത്തുമായി വിഭജിക്കുമ്പോൾ 2.25 ഇഞ്ച് വീതം വരും. അത് കൃത്യമായി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഈ പോയിന്റുകളിൽ നിന്നും മുകളിലെ മെയിൻ പോയിന്റിലേക്ക് യോജിപ്പിച്ച് ടക്കിനൊരു ട്രയാങ്കിൾ ഷേപ്പ് നൽകാം. മറ്റ് ടക്കുകൾ കൂടി മാർക്ക് ചെയ്യാം. ഹുക്സ് വരുന്ന ഭാഗത്ത് മെയിൻ ടക്കിന്റെ പോയിന്റിൽ നിന്നും 1.25 ഇഞ്ച് മാറ്റി ഒരു പോയിന്റ് ഇടുക. അതുപോലെ ആം ഹോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും 1.25 ഇഞ്ച് ദൂരത്തിൽ മറ്റൊരു പോയിന്റും ഇടാം. ഹുക്സിന്റെ ഭാഗത്തെ ടക്കിൽ നിന്നും നെക്കിലേക്ക് ഒരു 1/2 ഇഞ്ച് ഷേപ്പിൽ ചെറിയൊരു ലൈൻ കൂടി നൽകുക. ടക്കിന്റെ നീളം 4 ഇഞ്ചിന്റെ പകുതിയായ 2 ഇഞ്ചിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ടക്കിന്റെ അറ്റത്ത് നിന്ന് നല്ലൊരു ഷേപ്പ് കൊടുക്കാം. ഇത് തന്നെ മറുഭാഗത്തും ആവർത്തിക്കാം. ഇനി വേസ്റ്റ് ബാൻഡ് അളവ് നോക്കാം. അതിനായി ആദ്യം ബാക്ക് പീസിന്റെ സൈഡ് നീളം അളക്കുക. അത് 10.25 ഇഞ്ചാണ്. ഇനി ഫ്രണ്ട് പീസിന്റെ സൈഡ് നീളം നോക്കിയാൽ 6.25 ഇഞ്ചെന്ന് കിട്ടും. ഈ 2 അളവുകൾ തമ്മിലുള്ള വ്യത്യാസം 3.5 ഇഞ്ചാണ്. ഇതിനോടൊപ്പം 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്താൽ വേസ്റ്റ് ബാൻഡിന്റെ നീളം 4.25 ഇഞ്ചെന്ന് ലഭിക്കും. വേസ്റ്റ് അളവ് 35.5 ഇതിനോട് 1/2 ഇഞ്ച് കൂട്ടി 36 ആക്കാം. അതിന്റെ 1/4 ഭാഗം 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. താഴേക്ക് നമ്മൾ കണ്ടെത്തിയ 4.25 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. 2 വശത്തും ഇത് ആവർത്തിക്കാം. കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി നൽകി പട്ടി കട്ട് ചെയ്യാൻ തയ്യാറാക്കാം. ഇനി നമുക്ക് നേരത്തെ മാർക്ക് ചെയ്തതിനനുസരിച്ച് ബ്ലൗസിന്റെ ഫ്രണ്ട് ഭാഗം ശ്രദ്ധാപൂർവം വെട്ടിമാറ്റാം. വേസ്റ്റ് ബാൻഡ് വെട്ടിമാറ്റിയ ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഏത് ഭാഗത്തേതാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ ചെറിയൊരു കട്ട് അവിടെ നൽകാം. സൈഡ് ഭാഗങ്ങളും ആം ഹോൾ കർവും കൃത്യമായി ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. ടക്കുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ എല്ലാ ടക്ക് പോയിന്റുകളുടെയും അറ്റത്ത് ചെറിയ ഓരോ കട്ടിങ്ങുകൾ നൽകുന്നത് നന്നായിരിക്കും. മറുഭാഗത്തും ടക്കുകൾ അടയാളപ്പെടുത്താൻ എളുപ്പവഴിയുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തുണി മടക്കി പിടിച്ച ശേഷം ടക്ക് പോയിന്റുകളിൽ അമർത്തി കൊടുത്താൽ അപ്പുറത്തെ വശത്തും അടയാളം വീഴും. അത് ചോക്ക് ഉപയോഗിച്ച് വരച്ചെടുത്താൽ മതി.